ഹലോ കൂട്ടുകാരെ, ലിറ്റിൽ ബത്തുലൻ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളത്ത് പോയ ട്രിപ്പിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി ആ വീഡിയോ കാണാൻ ശ്രമിക്കണേ. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രമിക്കണേ. കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ മറൈൻ ഡ്രൈവിൽ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവസാനം നമ്മൾ ചെന്ന് പെട്ടത് വേറൊരു ബോട്ടിന്റെ മുന്നിലായിരുന്നു. എവിടേക്ക് പോണ്? ബോട്ടിൽ പോവാണോ? ഏത് ബോട്ടില് പോണ്? മറൈൻ ഡ്രൈവിൽ കൊച്ചി വാട്ടർ മെട്രോയുടെ അടുത്തായിട്ട് ഇതുപോലത്തെ ഒരുപാട് ബോട്ട് സർവീസുകൾ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ തന്നെ അതിനകത്തുള്ള ആളുകൾ വന്ന് നമ്മളെ ക്യാൻവാസിംഗ് തുടങ്ങും. 300 രൂപയിൽ നിന്ന് തുടങ്ങി അവസാനം ഒരു 100 രൂപ വരെയൊക്കെ നമുക്കത് ബാർഗെയിൻ ചെയ്ത് എത്തിക്കാൻ പറ്റും. ഞങ്ങൾക്ക് ഇന്നത്തെ ബോട്ട് ട്രിപ്പ് കിട്ടിയിരിക്കുന്നത് പെർ ഹെഡ് 150 രൂപയ്ക്കാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ബോട്ടിന്റെ രണ്ടാമത്തെ ഡെക്കിലോട്ടാണ് ഞങ്ങൾ ഇപ്പോൾ കയറി പോകുന്നത്. ഏകദേശം ഒരു മണിക്കൂർ മുതൽ 1.25 മണിക്കൂർ വരെ യാത്രയാണ് നമുക്കിതിൽ കിട്ടിയത്. ബോട്ടിനകത്ത് നമുക്കൊരു ഗൈഡ് ഉണ്ടാവും. യാത്ര പോകുന്നതിനിടയ്ക്ക് അദ്ദേഹം അവിടെ കാണുന്ന സ്ഥലങ്ങളും അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളും മറൈൻ ഡ്രൈവിൽ പോകുകയാണെങ്കിൽ ഈ ബോട്ടിൽ തന്നെ കയറണമെന്നൊന്നുമില്ല. അവിടെ ഇഷ്ടം പോലെ ബോട്ടുകളുണ്ട്. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ബോട്ടിൽ കയറിയാൽ മതി. മുകളിൽ കയറി സീറ്റിലിരുന്നതും ബത്ലുവിന് സ്നാക്സ് കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന ഒരു പഫ്കോണിന്റെ പാക്കറ്റ് ബത്ലുവിന് പൊട്ടിച്ചു കൊടുത്തു. ഇടയിൽ കൂടെ ഞാനൊന്ന് ചോദിച്ചപ്പോ ഒരു പഫ്കോൺ എനിക്ക് തന്നു. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ പിന്നെ അത് ഫുള്ളായി തീർത്തിട്ട് ബാക്കി കാര്യമുള്ളൂ. അപ്പോഴേക്കും ബോട്ട് റിവേഴ്സ് എടുക്കാൻ തുടങ്ങി. ബത്ലു ഒന്ന് ചെറുതായി പേടിച്ചു ബോട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്ത്. ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം മാർഗ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ബോൾഗാട്ടി പാലസ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം. നിരവധി മലയാള സിനിമകൾ കൂടാതെ അന്യഭാഷ സിനിമകളും ചിത്രീകരിച്ചിട്ടുള്ളൊരു പാലസ് കൂടിയാണ് ബോൾഗാട്ടി പാലസ്. മലയാളത്തിലെ മൈ ബോസ്, വെള്ളി നക്ഷത്രം, നിറക്കൂട്ട്, ദി ഡോൺ, ബഡാ ദോസ്ത്, ലേലോ, അങ്ങനെ നിരവധി മലയാള സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു പ്രദേശം. നമ്മുടെ ഗൈഡ് അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. ബത്ലുവിന്റെ ചെവിയിൽ ഇതൊന്നും കയറുന്നില്ല. ബത്ലുവിനാണെങ്കിൽ തിന്നാൻ കൊടുക്കാൻ ഒരാൾ വേണം, തിന്ന് തുടച്ചു കൊടുക്കാൻ ഒരാൾ വേണം. ആകെ മൊത്തം പണിയാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനൽ 2011 ഉദ്ഘാടനം നിർവഹിച്ചത്. നടത്തിക്കൊണ്ട് വന്നത് ദുബായ് പോർട്ട് വേൾഡ്, DP വേൾഡ്. ഈ കാണുന്ന ക്രെയിനുകളൊക്കെ ചൈനയുടെ ക്രെയിനാണ്. മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു കപ്പല് കാണാം. SM മണാലി എന്ന് പറയുന്ന ഇന്ത്യയുടെ കപ്പലാണ്. കണ്ടെയ്നർ, ആ പെട്ടി കണ്ട ബോക്സ്, അതാണ് കണ്ടെയ്നർ. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ആകാശത്ത് വലിയൊരു വിമാനം പറന്നുപോയത്. അങ്ങനെ ഞങ്ങൾക്ക് അതും കാണാൻ പറ്റി. നമ്മുടെ ബോട്ടിലുണ്ടായിരുന്ന ഗൈഡ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകും. ഉച്ചയ്ക്കാണെങ്കിലും നല്ല തണുത്ത കാറ്റും പിന്നെ ആ കായലിന്റെ ഒരു പ്രസൻസ് ഒക്കെ ആയതുകൊണ്ട് ബത്ലുവിനൊരു പാട്ട് പാടാൻ തോന്നി. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ലപോലെ അങ്ങ് പൊക്കി വിട്ടാലേ പാട്ടൊക്കെ പാടുള്ളൂ ആള്. ബത്ലുവിന് എന്തായാലും ഈ ബോട്ട് യാത്ര വളരെ ഇഷ്ടപ്പെട്ടു. ആള് ഭയങ്കര ഹാപ്പിയിലായിരുന്നു. ഇനി കുറച്ചു നേരം നമ്മുടെ ഗൈഡിന് എന്താ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഈ കാണുന്നത് റോറോ സർവീസ് ആണ്. വണ്ടികളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതാണ്. ഒരു കരയിൽ നിന്ന് മറ്റൊരു കര. റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലമാണ് ഫോർട്ട് കൊച്ചി. വാസ്കോ ഡി ഗാമ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് അടക്കിയ പള്ളിയുണ്ട് ഇവിടെ. കൂടാതെ മട്ടാഞ്ചേരി ഒന്നും അറിയാലോ കേട്ടോ പുറത്തേക്ക്. ഇതായിരുന്നു ഈ ട്രിപ്പിലെ ഒരു അടിപൊളി സംഭവം. ബത്ലുവിന് നേരിട്ട് ഡോൾഫിനെ കാണാൻ പറ്റി. പക്ഷെ വളരെ മിന്നായം പോലെ കണ്ടുള്ളൂ. കാരണം ഞങ്ങളുടെ ബോട്ട് വേറൊരു വശത്ത് എത്തിയപ്പോഴാണ് ഈ ഡോൾഫിനൊക്കെ പുറത്തു വന്നത്. എങ്കിലും ഡോൾഫിനെ ഒന്ന് കാണാൻ പറ്റി. ഏകദേശം ഇത്രയും സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞോടുകൂടി മുകളിലത്തെ ആക്ടിവിറ്റികൾ കഴിഞ്ഞു. ഇവരുടെ താഴത്തെ നിലയിൽ AC-യോടുകൂടിയുള്ള ഒരു DJ പാർട്ടി ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഡാൻസ് കളിക്കാൻ, കുട്ടികൾക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ കൂട്ടുകാരനാണ് നമുക്ക് ഈ വീഡിയോ എടുത്തു തന്നത്. അതെന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ താഴത്തെ DJ റൂമിലോട്ട് കയറി. ബത്ലുവിന് അവിടുത്തെ അറ്റ്മോസ്ഫിയർ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു. അവരെല്ലാം നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ബത്ലുവിനെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ഡാൻസ് കളിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കി. പക്ഷെ ആള് ഫുള്ള് കരച്ചിലായിരുന്നു. ആൾക്ക് വിശക്കാൻ തുടങ്ങി. പോകുമ്പോ കഴിച്ച കുർക്കുറയും പഫ്കോൺ എല്ലാം ദഹിച്ചിട്ടുണ്ടാവും. ആൾക്ക് ഫുള്ള് കരച്ചിലായിരുന്നു. ഓക്കെ, എന്തായാലും മറൈൻ ഡ്രൈവിൽ പോയിട്ടുള്ള ബോട്ടിലുള്ള ഞങ്ങളുടെ യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ കാണുന്നവരെ ബൈ ബൈ. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. ഓക്കെ ഗൈസ്, സീ യു.